Recording in progress. Bismillahirrahmanirrahim. Assalatu wassalamu ala rasulillahi amin wa ala alihi wa ashabihi ajma'in amma ba'd. Rabbi shrah li sadri wa yassir li amri wa hlul 'uqdatam min lisani yafqahu qawli. So ഇന്ന് ആരെല്ലാം ഉള്ളത്? Who are there? ഇഷാൻ, ഇഹാൻ, പിന്നെ Sara Fatima. സാറ Sara. ഓക്കെ ഇൻഷാല്ലാ. അപ്പോൾ അൽഹംദുലില്ലാ വി ഹാഡ് ലാസ്റ്റ് ടൈം വി കവേർഡ് ദ ലെറ്റേഴ്സ് അല്ലെ. ലെറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ലെറ്റേഴ്സ് ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി അല്ലേ. ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്ക് വായിക്കാം, നോക്കാം. ഓക്കെ, ടീച്ചർ ഓരോരുത്തരെ വിളിക്കും, ഓർമ്മ ഉണ്ടോ നോക്കാം. ഫസ്റ്റ് ടീച്ചർ ഒരു പ്രാവശ്യം വായിക്കട്ടെ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്നെ കൂടെ റിപ്പീറ്റ് ചെയ്യുക, എന്നിട്ട് ടീച്ചർ വിളിക്കാം. ഓക്കെ, യു ഫസ്റ്റ് റിപ്പീറ്റ് വിത്ത് മീ. എൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അദ്ദർസുൽ അവ്വൽ. ഹുറൂഫുൽ ഹിജാഇൽ മുഫ്രദഹ്. ഓക്കെ, സോ എല്ലാവർക്കും മൈക്ക് ഓൺ ആക്കാം. ഓക്കെ, യു ഓൾ ക്യാൻ ഓൺ യുവർ മൈക്സ്. പിന്നെ ആരാളെ? സാറ ഉണ്ട്. പിന്നെ റിസു വഹാബിൽ ആരാളെ? ഇഷാന, റിഷാൻ. ഓക്കെ, ഓക്കെ. സോ വിൽ സ്റ്റാർട്ട്. ടീച്ചർ ആദ്യം ലെറ്റേഴ്സ് വായിക്കുന്നുണ്ട്, എന്നോട് റിപ്പീറ്റ് ആക്കണേ. അലിഫ്, ബ. എല്ലാവരും റിപ്പീറ്റ് ആക്കിക്കോ ഒന്നിച്ച്. എവരി വൺ ക്യാൻ ഓൺ യുവർ മൈക്ക് ആൻഡ് സേ. സാറ, യു ക്യാൻ ഓൾസോ ഓൺ യുവർ മൈക്ക്. വൺസ് മോർ. അലിഫ്, ബ, ത, സ, ജീം, ഹ. ഹാന്റെ സൗണ്ട് കേട്ടല്ലോ. തൊണ്ടന്റെ ഉള്ളിന്ന് വരണം കേട്ടോ. ഹ, ഹ. ഓക്കെ. ദാൽ, ദാൽ, റാ, സ, സീൻ, ഷീൻ, സ്വാദ്. നെക്സ്റ്റ് ലെറ്റർ ഓർമ്മ ടീച്ചർ പറഞ്ഞ ദ്വാദ് അല്ല. എങ്ങനെ നമ്മൾ എഴുതണ്ടേ? ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷിൽ ടീച്ചർ DUAAD, ദ്വാദ്, ദ്വാദ്. ഡോണ്ട് ടോക്ക് ഇൻ ബിറ്റ്വീൻ. ഓക്കെ, സംസാരിക്കുമ്പോൾ ഡിസ്റ്റർബ്. Don't talk in between. Who's talking? വലൈക്കുസ്സലാം. കേക്കുന്നുണ്ട്. ഞങ്ങളുടെ മൊബൈലിൽ ഇന്നലെ സൗണ്ടിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലാപ്ടോപ്പിൽ കയറിയിട്ട് ഇതേപോലെ ഈ ID അടിച്ചാ മതി. ഇതിന്റെ ID അത് ഞാനിപ്പോ അയച്ചുതരാം കേട്ടോ. അത് ഗ്രൂപ്പിലേക്ക് അയച്ചുതരാം.
ഓക്കെ, ഐ ഹാവ് സെൻഡ് ദിസ്. ഐഡിയും പാസ്വേഡും അയച്ചിട്ടുണ്ട്. അത് ടൈപ്പ് ചെയ്താൽ ലാപ്ടോപ്പിൽ ജോയിൻ ചെയ്യുന്ന കുട്ടിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ നെക്സ്റ്റ് ഇവിടെ നമ്മൾ ദോത് വരെ പഠിച്ചു. വാലേക്കും അസ്സലാം. ഓക്കെ, എന്താ മോളെ? ആ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ, ക്ലാസ് ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ മോളെ. ഓക്കെ ഓക്കെ, സോ നമ്മൾ ദ്വാദ് വരെ പഠിച്ചു. നെക്സ്റ്റ് ലെറ്റർ ത്വാ. യു ക്യാൻ റിപ്പീറ്റ്. ഓക്കെ, സംസാരിക്കണ്ടേ. യു ജസ്റ്റ് ഇഫ് യു ആർ ഓണിങ് ദ മൈക്ക് ഡോണ്ട് ടോക്ക് ഇൻ ബിറ്റ്വീൻ. നിങ്ങൾ ലെറ്റേഴ്സ് മാത്രം പറയാം. ഓക്കെ, ടീച്ചറിൻ്റെ കൂടെ. അത് ത്വാ, സോ, ഐൻ, ഗൈൻ, ഫ, ഖാഫ്, കാഫ്, ലാം, മീം. ബാക്കി എല്ലാവരും വായിച്ചോ കേട്ടോ, ഒന്നിച്ചെന്നെ. നൂൻ, വാവ്, ഹ. ഒരു മിനിറ്റ്. ഹ കഴിഞ്ഞിട്ട് ഇത് ഹംസയാണ്. ഹംസന്റെ സ്റ്റോറി ഓർമ്മ ടീച്ചർ പറഞ്ഞ കിങ്ങിനെ പോലെ. ദർ ഇസ് എ കിങ്. ഓക്കെ, ഇൻഷാല്ലാ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ അത് പറയും ബാക്കി കാര്യം. ഹംസ, യ, യ. ഇത് രണ്ടും യ ആണ്. സി ബോത്ത് ദീസ് ആർ യ. ഇത് രണ്ടും യ ആണ്. അപ്പോൾ ടീച്ചർ ഇന്നെ ഓരോരുത്തരെ വിളിക്കാം. ബിക്കോസ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ലെറ്റേഴ്സ് കംപ്ലീറ്റ് ആക്കിയതാണ്. ഓക്കെ, സോ ഐ വിൽ കോൾ സാറ. ക്യാൻ യു റീഡ് ദിസ് ലെറ്റേഴ്സ്? മിസ്സേ ഒന്ന് അക്സെപ്റ്റ് ചെയ്യണേ മിസ്സേ. ആക്സെപ്റ്റ് ചെയ്യാനും ഒന്നും മെസ്സേജ് വന്നിട്ടില്ലല്ലോ. നോക്കട്ടെ. ഓക്കെ, സാറ മോള് വായിച്ച. സാറ യു റീഡ്. ഇതെന്താണ്? സ്വാദ്. ആ സ്വാദ് കഴിഞ്ഞിട്ടാണ് ദ്വാദ്. ഇതെന്താണ് സാറ? വാട്ട് ഇസ് ദാറ്റ്? യാ. ക്ലിയർ ആവുന്നില്ല, ബ്രേക്ക് ആയിട്ട് കേൾക്കുന്നത്. യാ, രണ്ടും യാ ആണ്. ഓക്കെ, ബോത്ത് ഓഫ് ദീസ് ആർ യാ. ഓക്കെ, നെക്സ്റ്റ് ഐ വിൽ കോൾ അസ്മ എന്ന് പറഞ്ഞ ഇതില് ആരെ പേരായിരുന്നു? ഏത് സ്റ്റുഡൻ്റ് ആണ്? ഫൈഹയാ? ഫൈഹ. ഓക്കെ മോളെ, ഫൈഹ വായിക്ക്, ലെറ്റേഴ്സ് വായിക്ക്. ആ
ഉം. അടുത്തെന്താ? ദാൽ. യെസ്. സ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. സ. ഗുഡ്. ദോദ് പറഞ്ഞ ദോദ്. ഇത് ഒന്നും കൂടി വായിക്ക്. ദോദ് ദോദ്. ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. ഡി ഡി സൗണ്ട്. ദോ 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 ഇങ്ങനെ സൗണ്ട് ഉണ്ട്. ദോദ്. മലയാളം വായിക്കാൻ അറിയോ? ഡു യു നോ ഹൗ ടു റീഡ് മലയാളം? ഇതുപോലെ ഈ സൗണ്ട് കൊടുക്കണ്ടേ. ദോദ്. ദോദ്. നെക്സ്റ്റ് ലെറ്റർ എന്താ? ഐൻ പറഞ്ഞ ഐൻ. നെക്സ്റ്റ് എന്താ? ഫ കഴിഞ്ഞിട്ട് കോഫ്. വേഗം വായിക്കുമ്പോ നൂൻ. ഗുഡ്. മാഷാഅല്ലാ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ഇഷാൻ. ഇഷാൻ വായിക്ക്. റോ. കുറച്ച് സൗണ്ട് ക്ലിയർ അല്ലേ കേട്ടോ. റോ മുതൽ വായിക്ക്. റോ. യെസ്. സോ എന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. സോ. യെസ്. കോഫ്. യെസ്. യെസ് വെരി ഗുഡ്. ഓക്കെ ഗുഡ്. ഇഷാനല്ലേ വായിച്ചേ? ഇഹാന് വായിച്ചോ?
ഇത് കേട്ടോ ഇഹാൻ, which is this letter? പറഞ്ഞ സോ എന്നല്ല കേട്ടോ, സ എന്നാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ ലൈറ്റ് ലെറ്റർ. സ. കോഫ്. കോഫ്. യെസ്, വെരി ഗുഡ്, മാഷാഅല്ലാ. ഓക്കെ, അടുത്തത് ഇസ ഉണ്ടാ? ഓക്കെ, ആ ശരി. റിഷാൻ. റിഷാൻ. ഇവിടെ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടേ മോനെ. റിഷാൻ ഐനാണ്. ഐൻ. Cough. The sound should come from inside. Okay, cough. Yes, very good. Now ഇനി ആരെങ്കിലും ടീച്ചർ വിട്ടോ? ഇന ആയിഷ ദിൽഷാദിന്റെ somebody is there? ആയിഷ. മോള് വായിച്ചോ. കാണുന്നുണ്ടാ? ആയിഷ എന്നല്ലേ പേര്? ഓക്കെ, ആ ശരി. ഇത് കോഫ് എന്ന് പറയണം കേട്ടോ. ഹെവി ലെറ്റർ ആണ് കോഫ്. ഹംസ. ഹംസ അത് ഹംസയാണ്. ഇത് രണ്ടും യ ആണ്. ഓക്കെ, ബോത്ത് ആർ യ. യെസ്, ഗുഡ്. അടുത്തത് അഫീദ. അഫീദ എന്ന് പറഞ്ഞ മെമ്പറിൽ ആരാ സ്റ്റുഡൻറ്? അഫീദ. you can on your mic. അഫീദ. ഓക്കെ, സോ അൽഹംദുലില്ലാ ഇവിടെയുള്ള എല്ലാ സ്റ്റുഡൻസും ലെറ്റേഴ്സ് കംപ്ലീറ്റ് ആക്കി. സോ ലാസ്റ്റ് ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞത് ഓർമ്മയുണ്ടാ? ഹെവി ലെറ്ററും ലൈറ്റ് ലെറ്ററും ഉണ്ടെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടാ? ഹെവി തടിച്ച സൗണ്ടും ലൈറ്റ് സൗണ്ടും അല്ലേ? ഫാറ്റ് ആൻഡ് ലൈറ്റ് സൗണ്ട്. സോ ഫാറ്റ് ആൻഡ് ലൈറ്റ് സൗണ്ട് എന്ന് പറയുമ്പോൾ ഫാറ്റ് സൗണ്ട് ആണ്. സോ അറ്റ് ഇസ് എ ഹെവി ലെറ്റർ അല്ലേ? ടീച്ചർ ഓരോ ലെറ്റർ വായിക്കും, അത് ഹെവി ആണോ ലൈറ്റ് ആണോ എന്ന് നിങ്ങൾ പറയണേ. സാറ, ഫൈഹ, യു ഷുഡ് ടെൽ. ഓക്കെ, തടിച്ച സൗണ്ട് വരുമ്പോൾ ലൈക്ക് ഹോ, സോദ് ഇങ്ങനെയുള്ള സൗണ്ട് വരുമ്പം ദാറ്റ് ഈസ് ഹെവി, ബിക്കോസ് ഫാറ്റ് സൗണ്ട് അല്ലേ. പിന്നെ ഐൻ, ഷീൻ, സീൻ അങ്ങനെയെല്ലാം പറയുമ്പോൾ അത് ലൈറ്റ് ലെറ്റർ ആണ്. ഓക്കെ, നമ്മൾ വായിൽ നിറച്ച് സൗണ്ട് വരില്ല. സോ ദാറ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, സോ ഐ വിൽ കോൾ. ഞാൻ ഓരോ ലെറ്റർ വായിക്കും, അത് ഹെവി ആണോ ലൈറ്റ് ആണോ നമുക്ക് നോക്കാം. ഇഫ് യു അണ്ടർസ്റ്റുഡ്. ഓക്കെ, സാറ ഫസ്റ്റ് പറഞ്ഞോ കേട്ടോ. സാറ, യു ക്യാൻ ഓൺ യുവർ മൈക്ക്. ഓക്കെ, മോൾ ഓൺ ആക്കിയാ?
ഓക്കെ, ടീച്ചർ ഒരു സൗണ്ട് 2-3 ലെറ്റേഴ്സ് വായിക്കും. ഹെവി ആണോ ലൈറ്റ് ആണോ എന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ബ, ഇതാ ഈ ലെറ്റർ ടീച്ചർ വായിച്ചത്. ബ, അത് ഹെവി സൗണ്ട് ആണോ ലൈറ്റ് സൗണ്ട് ആണോ? ബ, ബ എന്താണ്? ഹെവി തടിച്ച സൗണ്ടാ? ഇസ് ഇറ്റ് എ ഫാറ്റ് ഓർ ലൈറ്റ് സൗണ്ട്? ഫാറ്റ് ആണോ ഇല്ല നേരിയ സൗണ്ട് ആണോ? ആ ലൈറ്റ് അല്ലേ, ബിക്കോസ് എന്താ ടീച്ചർ ബോ എന്നല്ലല്ലോ പറയുന്നേ. ടീച്ചർ ആം ഐ ടെല്ലിങ് ലൈക്ക് ദാറ്റ്? ബോ തോ അങ്ങനല്ല, ബ അല്ലേ, ലൈറ്റ് ആയിട്ടാണ് പറയുന്നത്. സോ അത് നേരിയ അക്ഷരമാണ്, തിൻ ലെറ്റർ. ഓക്കെ, തിൻ. സാറ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Is it heavy or light? നോക്കൂ സാറ, ടെൽ മീ, is it heavy or light? ഹെവി. യെസ്. വൈ? ബിക്കോസ് സൗണ്ട് സോ ഇങ്ങനെയുള്ള സൗണ്ട് വരുന്നത് അല്ലേ. തോ, സോ, സോ ഇങ്ങനെയുള്ള സൗണ്ട് വരുമ്പോൾ നമ്മൾ വായിൽ നല്ലോണം വായ ഓപ്പൺ ചെയ്യും, ആ സൗണ്ട് ആക്കും. സോ ദാറ്റ് ഈസ് ഹെവി സൗണ്ട്. ഓക്കെ, നൗ വാട്ട് അബൌട്ട് മീം എന്ന അക്ഷരത്തിന് അലിഫ് കൊടുക്കുന്നതാണെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഹെവി ആണോ ലൈറ്റ് ആണോ സാറ? ലൈറ്റ്. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് സാറ പ്രോപ്പർലി? വെരി ഗുഡ്. ഫൈഹ, നെക്സ്റ്റ് ഫൈഹ ഐ എം ഗോയിങ് ടു ആസ്ക്. ടീച്ചർ ലെറ്റർ പറയുവേ, അപ്പോൾ അത് ഹെവി ആണോ ലൈറ്റ് ആണോ എന്ന് പറയണം. ഫൈഹ, is it light or heavy? അത് ഇത് തിന്ന് സൗണ്ട് ആണോ അല്ലെങ്കിൽ കട്ടിയുള്ള സൗണ്ട് ആണോ അല്ലെങ്കിൽ ഹെവി ആണോ സൗണ്ട്? ടെൽ മീ. ടീച്ചർ യാ എന്നല്ല വായിക്കുന്നത്, അങ്ങനെയാ വായിക്കുന്നത്. എന്താ സൗണ്ട് വരാ? ലൈറ്റ് അല്ലേ, ലൈറ്റാ വരാ പോലെ, ലൈറ്റ്. ഓക്കെ, ഇറ്റ് ഇസ് ലൈറ്റ് ലെറ്റർ. ടീച്ചർ യോ അങ്ങനെയല്ലല്ലോ വായിച്ചേ. ഡിഡ് ഐ റീഡ് ലൈക്ക് ദാറ്റ്? യോ ഇല്ല, ദാറ്റ് ഈസ് റോങ്. അപ്പോൾ എന്ന് പറയുമ്പം എല്ലാവരും പറഞ്ഞാൽ ഇസ് ഇറ്റ് ലൈറ്റ് ഓർ ഹെവി? ലൈറ്റ്. ലൈറ്റ്. ഓക്കെ, ലൈറ്റിന് എന്താ മക്കള് ലൈറ്റിന്റെ അർത്ഥം? നേരിയതാക്കിട്ട് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട്. ഓക്കെ, ലൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് തിൻ ലെറ്റർ ആണ്. ഓക്കെ, തിൻ ലെറ്റർ. ഓക്കെ, ഫൈഹ നൗ ടെൽ മീ നെക്സ്റ്റ് ലെറ്റർ. റോയിനാണ്. ഓക്കെ, ടീച്ചർ എടുത്തത് റോ. വേറെ ആരും പറയണ്ടേ, ഫൈഹ മാത്രം പറ. റോ. അത് ഹെവി ഫാറ്റ് ആണോ തിന്നാണോ? റോ. സൗണ്ട് നോക്ക്, ഓ സൗണ്ട്. സൗണ്ടാണ് നമ്മൾ നോക്കേണ്ടത്. സൗണ്ട് കേട്ടിട്ട് പറയണം അത് തടിച്ച ലെറ്റർ ആണോ മെലിഞ്ഞ ലെറ്റർ ആണോ. ഓക്കെ, ഈസ് ഇറ്റ് ഫാറ്റ് ഓർ തിൻ? ഓക്കെ, അപ്പോൾ റോ എന്ന് പറയുമ്പം വാട്ട് ഇസ് ദ സൗണ്ട്? റോ. വൈഹ മൈക്ക് ഓഫിലാണല്ലോ മോളെ, കേൾക്കുന്നില്ല. യുവർ മൈക്ക് ഇസ് ഓഫ്. റോ എന്ന് പറയുമ്പോൾ കേൾക്കുന്നില്ലല്ലോ, എന്താ പറയുന്നത്? ഫാറ്റ് ആണോ തിന്നാണോ? വെരി ഗുഡ്. അത് റോ സൗണ്ട് അല്ലേ, ഓ ഓ ഓ അങ്ങനെയുള്ള സൗണ്ട് വരുമ്പം അത് ഹെവി ആണ്, ഫാറ്റ്. ഓക്കെ, ഹെവി അറിയില്ലേ, ഭയങ്കര ഹെവി, ഇങ്ങനെ പൊന്തിക്കാനെല്ലാം ഭയങ്കര ഹെവി എന്ന് പറയൂലേ. ഓക്കെ, നമ്മൾ വെയിറ്റ് ഉള്ള സാധനം എടുക്കൂലേ, അപ്പൊ ഹെവി എന്ന് അതിന് പറയാം. അതുപോലെയുള്ള മീനിങ് ആണ്. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് ഇഷാന് പറഞ്ഞോ കേട്ടോ. ഈ ലെറ്റർ നോക്കിയാ ടീച്ചർ പറഞ്ഞത് ദോദ്. ഹെവി ഓർ ലൈറ്റ്? ഇഷാൻ ടെൽ മീ. ഇഷാൻ, ദോദ്. Heavy. Yes. What about calf? Light. Yes. Good. ഇങ്ങനെയാണ് പറയേണ്ടത്. നെക്സ്റ്റ് ഇഹാന് പറഞ്ഞോ. I am telling ta. Okay. Ta. Light. Yes. What about sword? Heavy. Good. Next. Aisha പറഞ്ഞേ. Wow. Heavy or light? Light. Okay. Fat. Heavy അല്ലേ? Heavy. Okay. റിഷാൻ പറയണേ. റിഷാൻ
ത്വ. ദാ ഇത് ത്വ. heavy, ഹെവി. ഗുഡ്. നൂനിന് നമ്മൾ ഫത്ഹ കൊടുക്കുമ്പോൾ ന. ഈസ് ഇറ്റ് ഹെവി ഓർ ലൈറ്റ്? ലൈറ്റ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായ കോൺസെപ്റ്റ്? യെസ് ഓർ നോ? അപ്പൊ ഇത് നിങ്ങൾ ഖുർആൻ ഓതുമ്പോൾ അപ്ലൈ ചെയ്യണം കേട്ടോ, തെറ്റിക്കാതെ. അത് ഹെവി ആണ് എന്നുള്ള കാര്യം മനസ്സിലാണോ? ഹെവി ആണോ ലൈറ്റ് ആണോ? ഓക്കെ. സോ നെക്സ്റ്റ് ചാപ്റ്റർ വിൽ സ്റ്റാർട്ട്. ഇത് കുറച്ച് ടൈം, ഒരു 15 മിനിറ്റ്സ് എടുത്തിട്ട് ഒരു 5 മിനിറ്റ് ബ്രേക്ക് തരും. എന്നിട്ട് നമുക്ക് തഫ്സീർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഫാത്തിഹന്റെ മീനിങ്ങും പഠിക്കാം, സിമ്പിളായിട്ട് കിഡ്സിന് പറ്റിയത്. ഓക്കെ. സോ നെക്സ്റ്റ് ലെസൺ ഇസ് അദ്ദർസു സാനി. സെക്കൻഡ് ലെസൺ. അദ്ദർസ് മീൻസ് ലെസൺ. സാനി എന്ന് പറഞ്ഞാൽ 2. ലെസൺ 2. ഹുറൂഫുൽ ഹിജാഇൽ മുറക്കബ. ടീച്ചർ പറഞ്ഞിട്ടില്ലേ, ആദ്യം ഗ്രീൻ കളർ ബോക്സിൽ വരുന്നത് പാഠത്തിന്റെ നമ്പർ. ഓക്കെ, നമ്പർ. റെഡ് കളർ ബോക്സിൽ പാഠത്തിന്റെ പേര്. നമുക്കറിയണ്ടേ എന്താ പഠിക്കുന്നതെന്ന്. വി നീഡ് ടു നോ വാട്ട് യു ആർ ലേണിംഗ്. സോ ദിസ് ഇസ് ഹുറൂഫുൽ ഹിജാഇൽ മുറക്കബ. 2 ലെറ്റേഴ്സ് വരുന്ന ബോക്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ലെറ്റേഴ്സ്. ഓക്കെ. ഹുറൂഫ് മീൻസ് ലെറ്റേഴ്സ്, ഹിജ മീൻസ് ആൽഫബറ്റ്, മുറക്കബ എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ, കോംബോ. നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ ചിലപ്പോൾ ചൈനീസ് കോംബോ എന്നെല്ലാം കിട്ടും അല്ലേ? ലൈക്ക് സൂപ്പ് വിത്ത് നൂഡിൽസ്, ഇങ്ങനെയല്ലേ നമ്മൾ കോംബോ ഓഫർ കാണുന്നില്ലേ? അതേപോലെ ആ മീനിങ് ആണ് മുറക്കബ. കോമ്പിനേഷൻ ലെറ്റേഴ്സിൽ വരുന്ന ബോക്സസിലെ അക്ഷരങ്ങൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നോക്കിയാൽ സം ബോക്സ്, ടീച്ചർ സൂം ചെയ്തുതരാം അല്ലേ? ഈ പാഠം നോക്കിയാൽ ചില ബോക്സിൽ 1 ലെറ്ററേ ഉള്ളൂ, ചില ബോക്സിൽ 2 ലെറ്റർ ഉണ്ട്. കണ്ട, ഇതെല്ലാം 2 ലെറ്റേഴ്സാണ് വരുന്നത്. ഇവിടെ 3 ലെറ്റേഴ്സ് ഉണ്ട്. ഓക്കെ. സോ ഇതാണ് നമുക്ക് പഠിപ്പിച്ചു തന്നെ. നമ്മൾ ആദ്യം ലെറ്റേഴ്സ് തന്നെ പഠിച്ചു, മാഷാല്ലാ. നൗ നെക്സ്റ്റ് വി ഹാവ് ടു ഐഡൻറ്റിഫൈ. നമ്മൾ അത് കണ്ടുപിടിക്കുന്നതിന് വായിക്കാനായിട്ടില്ല, ഖുർആൻ വായിക്കാൻ എത്തുന്നില്ല. സ്റ്റിൽ നമ്മൾ പഠിക്കുന്ന മക്കളായതുകൊണ്ട് വി ഹാവ് ടു നോ ഇങ്ങനെ വന്നാൽ ഏത് 2 ലെറ്റേഴ്സാണ്. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ ടീച്ചർ ഫസ്റ്റത്തെ ലൈന് വായിക്കാം. ഓക്കെ, യു ക്യാൻ റീഡ് വിത്ത് മീ. അലിഫ്. അലിഫ്. ഓക്കെ, അത് നോർമൽ അലിഫ്. ഇനി നെക്സ്റ്റ് നോക്കിയാ റെഡ് കളറിൽ ലാം ആണെന്നുള്ളത്. ഇതാ റെഡ് കളർ ഇസ് ലാം. പിന്നെ ബ്ലാക്ക് കളറിൽ അലിഫ്. അപ്പൊ ലാം അലിഫ് പറഞ്ഞ ലാം അലിഫ്. കണ്ട, റെഡ് കളറിൽ ലാം ആണ് അല്ലേ? പിന്നെ അലിഫ് ഇങ്ങനെ ചേർന്നിട്ടുള്ളേ. സോ ഡോണ്ട് സേ അലിഫ് ലാം. അലിഫ് ലാം നമുക്ക് പറയാൻ പറ്റൂല. അലിഫ് ലാം ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുക. ഇതാ അലിഫ് ലാം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ബട്ട് അലിഫ് ജോയിൻ ചെയ്യൂല ലാമിന്റെ അപ്പുറം ഇങ്ങനെ, അതാവൂല, അത് റോങ് ആണ്. സോ അണ്ടർസ്റ്റാൻഡ്, ഇറ്റ് ഇസ് ലാം അലിഫ്. ഓക്കെ, ലാം അലിഫ്. നെക്സ്റ്റ് ബോക്സും അങ്ങനെ തന്നെ, ലാം അലിഫ്. അതങ്ങനെ ലാം അലിഫ് വന്നത് ടീച്ചർ ഡ്രോ ചെയ്തുതരാം. ഇതിങ്ങനെ ലാം, സോറി റെഡ് കളറിൽ. ഓക്കെ, 1 മിനിറ്റ്, ടീച്ചർ കളർ ചേഞ്ച് ആക്കിയിട്ട് തന്നെ പറഞ്ഞുതരാം. ഇത് ലാം, പിന്നെ അലിഫ്. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? അത് ലാം അലിഫ്. അപ്പൊ അടുത്തത് എന്തായിരിക്കും? ബ അലിഫ്. അടുത്തത് ലാം അലിഫ്. ലാം. ഓക്കെ, നെക്സ്റ്റ് ലൈൻ നോക്കിക്കോ. ലാം അലിഫ്. നെക്സ്റ്റ് വൺ ശ്രദ്ധിച്ച് കേൾക്കണേ. ഇത് ലാം ഹ. ലാം ഹ അങ്ങനെ വരുന്ന, ലാം ഇസ് ഇൻ റെഡ് കളർ, ഹ ഇസ് ഇൻ ഗ്രീൻ കളർ. ഇങ്ങനെ താഴെ. അപ്പൊ മേലത്തെ ലെറ്റർ ഫസ്റ്റ് പറയണ്ടേ, ലാം ഹ. അടുത്തത് എന്തായിരിക്കും? ലാം അലിഫ്. അലിഫ് ലാം വരൂല. സി, അലിഫ് ലാം ഒരിക്കലും വരൂല. അലിഫ് ഇങ്ങനെ എഴുതിയിട്ട്, ഓക്കെ, സി, അലിഫ് ഇങ്ങനെ എഴുതിയിട്ട് ലാം വരുള്ളൂ. അലിഫിന് ഇപ്പുറത്ത് ജോയിൻ ചെയ്യാൻ കഴിയാം. ഡോണ്ട് സേ അലിഫ് ലാം, ഇറ്റ് ഇസ് ലാം അലിഫ്. ഓക്കെ, അടുത്തത് ബ ലാം ബ. കഫ് കഫ്.
ഇത് രണ്ടും കാഫിന്റെ 2 ടൈപ്പ് ഓഫ് കാഫ് ആണ്. രണ്ടും സെയിം ആണ്. ഓക്കെ, ഇറ്റ് ഇസ് ബോത്ത് ആർ കാഫ്. ഓക്കെ, തേർഡ് ലൈൻ കാഫ് ബ കാഫ് ബ കാഫ് അലിഫ്. അടുത്തതും അങ്ങനെ തന്നെ കാഫ് അലിഫ് ബ കാഫ് ത. അടുത്തതോ ത കാഫ് സ. ഫസ്റ്റ് 3 ലൈൻസ് കറക്റ്റ് മനസ്സിലായിന് എല്ലാവർക്കും? സാറ, ഫൈഹ, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? മാം സെക്കൻഡ് ലൈനിൽ ഫോർത്ത് വൺ എങ്ങനെ റീഡ് ചെയ്യാം? ഫോർത്ത് വൺ ഇതാ? അല്ല സോറി, ഇതാ. അത് ബ ലാം ബ. ഓക്കെ, 3 ലെറ്റർ ഉണ്ട്. ഓക്കെ, ബ ഉണ്ട്, പിന്നെ ലാമും ബായും. ഓക്കെ, ബ ലാം ബ. ഓക്കെ, സോ ടീച്ചർ 3 ലൈൻസ് കഴിഞ്ഞാലും വിളിക്കാം ഓരോരുത്തരെ. ഫസ്റ്റ് റിഷാൻ വായിച്ചാ? റിഷാൻ അലിഫ്. അലിഫ് പേരാന്നേ പറയണ്ടേ? ഓക്കെ, യു ഷുഡ് സേ ദ നെയിം. അലിഫ്. ലാം എന്ന് പറയണം കേട്ടോ. ലാം. ലാം അല്ല, ഐൻ ഇങ്ങനല്ലേ മോനെ? ഇത് ഹ അല്ലേ? ലാം ഹ. ഗുഡ്. ഇത് വായിച്ചില്ല? ഡിഡ് യു റീഡ് ദിസ്? അതെന്താണ്? ലാം അലിഫ്. നെക്സ്റ്റ് അല്ല, ഇതെന്താണ്? സെയിം കാഫ് തന്നെ. സെയിം. ഓക്കെ, കാഫ് ഇങ്ങനെയും പിന്നെ ഇങ്ങനെ ലാം പോലെയാണ്, പക്ഷെ ഉള്ളിൽ ചെറിയൊരു കാഫ്. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ഇത് ചെറിയൊരു കാഫാണ് കേട്ടോ മക്കളെ, ഹംസ ഒന്നുമല്ല. ഇറ്റ് ഇസ് എ സെയിം. ഈ കാഫ് ഇതിന്റെ ഉള്ളിൽ സെയിം വേ. ദാറ്റ് ഇസ് എ കാഫ് ഇൻ ബിറ്റ്വീൻ. സോ നെക്സ്റ്റ് പേജോ, നെക്സ്റ്റ് ലൈനോ? യെസ്, ഗുഡ്, കറക്റ്റ്. ആയിഷ വായിച്ച ഫസ്റ്റ് 3 ലൈൻസ്? ആയിഷ മൈക്ക് ഓണില്ല? മൈക്ക് ഓഫ് ആയിട്ടല്ലേ? ആയിഷ, യു ദേർ? ആ 3 ലൈൻസ് വായിക്കോളെ. ഇവിടെ സാനായിപ്പോയി. ഓക്കെ, മാഷാ അല്ലാ. നെക്സ്റ്റ് ഇഷാൻ. ഇഷാൻ വായിക്ക്. കാഫ് ബ.
കാഫ് എന്ന് പറയണേ. കാഫ് അലിഫ്. യെസ്, ഗുഡ്. അടുത്തത് ഇഹാൻ. ലാം അലിഫ്. ആ ബ അലിഫ്. ആ യെസ്. കാഫ് എന്ന് പറയണേ, കംപ്ലീറ്റ് ആക്കണം. കാഫ്. യെസ്, വെരി ഗുഡ്, മാഷാഅല്ലാ. ഓക്കെ, അടുത്തത് ഫൈഹ. ഫൈഹ മോളെ. ഫൈഹനെ മൈക്കോളെക്കോ. ആ ഫസ്റ്റ് 3 ലൈൻ വായിച്ചോ മോളെ. അലിഫ്. അവിടെ സ്റ്റാർട്ട് ചെയ്തോ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണേ ഫൈഹ. സ്റ്റാർട്ട് ഫ്രം ഹിയർ. അലിഫ്. കേൾക്കുന്നില്ലല്ലോ ഫൈഹന്റെ സൗണ്ട്. ലാം അലിഫ്. ഓക്കെ, ലാം അലിഫ്. Yes, very good. മതി ഫൈഹ, നമ്മൾ 3 ലൈൻസേ പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, ദാറ്റ്സ് ഇനഫ്. ഓക്കെ, ടീച്ചർ നെക്സ്റ്റ് വിളിക്കാം. ഓക്കെ, സാറ. മോള് വായിച്ച. ഇത് രണ്ടും കാഫ് ആണ് കേട്ടോ. ബോത്ത് ആർ കാഫ്. ഓക്കെ. ഗുഡ്. ടീച്ചർ എല്ലാരും വിളിച്ചോ? ഓക്കെ, ഈ നെക്സ്റ്റ് പേജ് ടീച്ചർ കുറച്ച് സ്പീഡിൽ ഇത് പോകുന്നുണ്ട്. എൻ്റെ കൂടെ വായിച്ചോ, വെരി ഈസിയാണ്. സോ യു റീഡ് വിത്ത് മീ എവരി വൺ. ഓക്കെ, എല്ലാവരും വായിച്ചോ. ഓക്കെ, സാറ മാത്രല്ല. നൂൻ യാ ബ അലിഫ് നൂൻ അലിഫ് تا ألف يا ألف سا ألف با سين
Yasin. Noon sin. Tasin. Sasin. Sajim. Taha. Noon kha. Yaha. Bajim. Yamim. Bamim. Noon mim. Tamim. Samim. നോക്കിയാ ഇവിടെ യാന് പുള്ളിയില്ല. ഓക്കെ, ബ്ലാക്ക് കളറില് യു ഹാവ് ടു നോ ദാറ്റ് ബ്ലാക്ക് കളർ വിത്ത് നോ ഡോട്ട്സ് ഇസ് യാ. യാ എന്ന ലെറ്റർ ആണ് കേട്ടോ. ഫസ്റ്റ് റെഡ് കളറിലുള്ളത് ബ ആണ്. അതിന് പുള്ളി കണ്ട താഴെയുള്ളത് ബ. സോ ബ യാ. ഇതെന്താണ്? യാ യാ. നൂൻ യാ. താ യാ. സാ യാ. ലാസ്റ്റ് ലൈൻ നോക്കിക്കോ. നൂൻ ബ ലാം. താ നൂൻ ലാം. ബാ യാ ലാം. യാ താ ലാം. സാ സാ ലാം. നൂൻ ബ നൂൻ. ഇനി ടീച്ചർ എല്ലാവരെ കൊണ്ട് ഫുള്ള് വായിപ്പിക്കൂല. ടീച്ചർ ഓരോരുത്തരെ വിളിച്ചിട്ട് 2 ലൈൻസ് വായിച്ചാൽ മതി. ഓക്കെ, ഫസ്റ്റ് 2 ലൈൻസ് ആയിഷ. ഒരു മിനിറ്റ്, സോറി അതല്ല, ഇവിടുന്നാ നമ്മൾ അത് ഓൾറെഡി വായിച്ചല്ലേ. റീഡ്. ഈ 2 ലൈൻസ് ആണേ. അല്ല, അങ്ങനെ വായിക്കാൻ പറ്റില്ല. യു ഹാവ് ടു റീഡ് ലൈക്ക് സെപ്പറേറ്റ് ബോക്സ് അല്ലേ. അപ്പോൾ ബ ത സ അങ്ങനെ വായിക്കണം. അലിഫ് കേൾക്കുന്നില്ലല്ലോ. ബ അലിഫ് അങ്ങനെ വായിച്ച ഇവിടുന്ന്. അത്രയും മതി മോളെ. യെസ്, അത്രയും മതി. നെക്സ്റ്റ് ലൈൻസ് 2 ലൈൻസ് സാറ വായിക്ക്. ദീസ് 2 ലൈൻസ്. ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് 2 ലൈൻസ് ഫൈഹ. ഫൈഹ
പറഞ്ഞ ഗുഡ് മാഷാഅല്ലാ. ഓക്കെ, എന്താ ഈ 2 ലൈൻസും റിഷാൻ വായിച്ച റിഷാൻ റിഷാൻ നൂൻ അലിഫ് نون ألف تاء ألف يا ألف ثاء ألف با سين يا سين. ഓക്കെ ഗുഡ്. അടുത്തത് ഇഷാൻ, നെക്സ്റ്റ് 2 ലൈൻസ്. نون خا يا ها ما جيم يا ميم نون ميم نون യെസ്, വെരി ഗുഡ്. ഓക്കെ, അടുത്തത് ഇഹാൻ വായിക്ക്. ميم يا نون യെസ്, نون با നൂൻ ബാലാം. യെസ്, ഓക്കെ, വെരി ഗുഡ്. നൗ ടീച്ചർ ആരെ വിളിക്കാത്തത്? ഇപ്പൊ പുതിയൊരു കുട്ടി ജോയിൻ ചെയ്തിട്ട് കാണുന്നത് അഫീദ മറിയം. അഫീദാൻ മറിയം മറിയം ഓക്കെ. സോ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ 10 ആകുമ്പോൾ ജോയിൻ ചെയ്തോ കേട്ടോ. ചെറിയ ബ്രേക്ക്. ഓക്കെ, ഇഫ് യു വാണ്ട് ടു ഈറ്റ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് ഓർ സംതിങ്, ഒരു 10 റെഡി ആയിട്ട് വരണേ. സെയിം ലിങ്കിൽ. ഇതാരാ സ്പെക്സ് വെച്ചിട്ട്? ഹൂസ് ദാറ്റ്? മറിയം എന്ന് പറഞ്ഞ. റെസ്റ്റ് ഓഫ് യു ക്യാൻ ലീവ്. ഓക്കെ, നിങ്ങൾക്ക് 10 മിനിറ്റ് കഴിഞ്ഞ് ജോയിൻ ചെയ്തോ. ഓക്കെ ഓക്കെ, ടീച്ചറും വരാം. ഓക്കെ, 10 minutes. ഓക്കെ, കമൺ. ഇപ്പൊ വരുന്നോ? 10 ആകുമ്പോ ജോയിൻ ചെയ്തോ. എന്താ മോളെ? ആ, 10 ആകുമ്പോ ഒരു 10 minutes കൊണ്ട് വേ ഫുഡ് കഴിച്ചിട്ട് വാ. ഓക്കെ, സമാധാനത്തിൽ കഴിച്ചോ. ഓക്കെ ഓക്കെ, വെൽക്കം. Recording in progress. അത് നമ്മൾ ഖുർആനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിന്റെ മീനിങ്സ് അടക്കം പഠിക്കുന്നതാണ് തഫ്സീർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്മോൾ എക്സ്പ്ലനേഷൻ. ഓക്കെ, അപ്പോൾ ടീച്ചർ പറഞ്ഞത് ഈ ഖുർആൻ നമുക്ക് ഫുള്ളായിട്ട് പഠിക്കണമെങ്കിലും വായിക്കണമെങ്കിലും അർത്ഥം അറിയുന്നത് നല്ലതാണ്. ഇറ്റ് ഈസ് ഗുഡ് ടു നോ ദ മീനിങ്സ്. ഓക്കെ, സോ വി ആർ നോട്ട് ഫോക്കസിങ് ഓൺ വേർഡ് ബൈ വേർഡ് മീനിങ്. ഓക്കെ, നമ്മൾ വേർഡ് ബൈ വേർഡ് മീനിങ് ആയിട്ടല്ല ഫോക്കസ് ചെയ്യുന്നത്. ടീച്ചറിൻ്റെ അടുത്ത് ഒരു യൂട്യൂബിൻ്റെ ഒരു സീരീസ് ഉണ്ട്. ഐ വിൽ ബി ഷെയറിങ് ദാറ്റ് ടു യു. ഓക്കെ, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, ടീച്ചർ അത് ഷെയർ ചെയ്തിട്ട് കിഡ്സിനെ പറ്റിയൊരു വീഡിയോ ആണ്. ഓക്കെ, അത് എക്സ്പ്ലെയിൻ ചെയ്യും. സോ സൂറത്തുൽ ഫാത്തിഹയാണ് നമ്മൾ തുടങ്ങുന്നത്. വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് സൂറ ഫാത്തിഹ. നൗ ടെൽ മീ, സൂറത്തുൽ ഫാത്തിഹ എല്ലാവർക്കും അറിയോ? ബൈ ഹാർട്ട് പഠിച്ചിട്ടില്ലേ നിസ്കരിക്കാൻ വേണ്ടിയിട്ട്? യെസ്, എവ്രി വൺ നോ സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹൻ്റെ വേറൊരു പേരാണ് അഷിഫ. ഷിഫ അല്ലെങ്കിൽ
അൽ ഉമ്മുൽ കിതാബ്. ഒരുപാട് നെയിംസ് ഉണ്ട്. ഓക്കെ, ഫാത്തിഹ ഹാസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നെയിം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫാത്തിഹയിൽ നമ്മൾ ഫസ്റ്റ് സൂറത്തായിട്ടാണ് ഖുറാനിൽ കാണുന്നത് അല്ലേ? യുനോ ഇത് മുസാഫിൽ ഫസ്റ്റ് സൂറത്ത് ഏതാണ്? ഫസ്റ്റ് സൂറ ഫാത്തിഹ. യെസ്, ഫാത്തിഹ. സോ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഉമ്മുൽ കിതാബ് ഇസ് എ നെയിം ഓഫ് സൂറത്തുൽ ഫാത്തിഹ. മദേഴ്സ് ഓഫ് ദ ബുക്ക്. മദർ ഓഫ് ദ ബുക്ക് എന്ന അർത്ഥം. ഉമ്മ് എന്ന് പറഞ്ഞാൽ എന്താണ്? മദർ. അൽ കിതാബ് എന്ന് ഉദ്ദേശിക്കുന്നത് ഖുറാനാണ്. അപ്പോൾ ഉമ്മുൽ കിതാബ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മദർ ഓഫ് ദ ബുക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കംപ്ലീറ്റ് ഖുറാൻ്റെ ഉള്ളടക്കം. ഓക്കെ, ഏകദേശം ഫുൾ ഐഡിയ, ഖുറാൻ്റെ ഫുൾ ഐഡിയ ആ ഒറ്റ സൂറത്തിലുണ്ട്. അപ്പോൾ മനസ്സിലായോ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സെഡ്? എന്താ പറഞ്ഞ ടീച്ചർ? അതായത് ഈ ഫാത്തിഹൻ്റെ മീനിങ് അത് 7 ആയത്താന്നുള്ളത്, 7 ലൈൻസ് ഉണ്ട് അതിന്. ബട്ട് ഏകദേശം കംപ്ലീറ്റ് ഖുറാൻ്റെ ഉള്ള ഒരു സമ്മറി എന്ന് പറയും അല്ലേ? നമ്മൾ കംപ്ലീറ്റ് ഖുറാൻ്റെ ഒരു മീനിങ്സ് അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് ആ സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. ഓക്കെ, സോ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ടില്ലെങ്കിൽ നമസ്കാരം ശരിയാവില്ല അല്ലേ? നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ഫസ്റ്റ് അള്ളാഹു അക്ബർ അല്ലേ? ഫസ്റ്റത്തെ റക്കാത്ത്, 4 റക്കാത്ത്, 3 റക്കാത്ത നിസ്കാരങ്ങളില്ലേ? സോ എവ്രി പ്രെയർ നമുക്ക് ഫാത്തിഹ നിർബന്ധമാണ്. ഫാത്തിഹ തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ശരിയാക്കാൻ പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങളെല്ലാവരും കറക്റ്റായിട്ട് ഫാത്തിഹ ഓതിയിട്ട് ടീച്ചറിനെ കേൾപ്പിക്കണം, മിസ്റ്റേക്ക് ഇല്ലാണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടീച്ചറിന് ഓതിത്തരാം. ഓക്കെ, ഐ വാണ്ട് യു ടു റിപ്പീറ്റ് വിത്ത് മീ. എന്നിട്ട് ടീച്ചർ തഫ്സീറിൻ്റെ കാര്യം ഷെയർ ചെയ്യാം. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട്. ഓക്കെ, ആദ്യം ഖുറാൻ ഓതുന്ന സമയത്ത് നമുക്ക് ഇത് വേണം, എന്ത്? ഔദു ഓതണം, ബിസ്മി ഓതണം അല്ലേ? യു നോ റൈറ്റ്? നമ്മൾ ഫസ്റ്റ് ഔദു ഓതുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അത് ഓതണം. അതേപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതണം. എന്നിട്ട് വേണം നമ്മൾ എല്ലാ സൂറത്തിനെയും സ്റ്റാർട്ടിങ്ങിൽ ഓതാൻ. സോ ഫാത്തിഹയിൽ ടോട്ടൽ എത്ര ആയത്തുണ്ടെന്ന് അറിയോ? ഡു നോ ഹൗ മെനി ആയാസ് ആർ ദേർ? ആയ എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് ആണ് കേട്ടോ. എത്ര ആയത്തുണ്ടെന്ന് അറിയോ? 7. ആ, വെരി ഗുഡ്. 7 ആയാസ്. ഓക്കെ, 7 ആണ്. അപ്പോൾ 7 ആയാസ്. സാറ, ഫൈഹ, ഡു യു നോ ദിസ്? സാറ ഇല്ല അല്ലേ? ഫൈഹ ഉണ്ട്. ഓക്കെ, അപ്പോൾ യു നോ റൈറ്റ്? എല്ലാവർക്കും സൂറത്തുൽ ഫാത്തിഹ അറിയാലോ? അപ്പോൾ അത് നമ്മൾ ഒന്നും കൂടി ക്ലിയർ ആക്കിയിട്ട് ഓക്കെ, ഫോർ പ്രെയർ നിസ്കരിക്കുന്ന സമയത്ത് തെറ്റിപ്പോവാണ്ട് നിൽക്കാൻ, മിസ്റ്റേക്ക് ഇല്ലാണ്ട് നിൽക്കാൻ നമ്മൾ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് ഓതും. യു ക്യാൻ സ്റ്റാർട്ട്. ഓക്കെ, റിപ്പീറ്റ് വിത്ത് മീ. അഊദു ബില്ലാഹി. ബാക്കി എല്ലാവരും മൈക്ക് ഓൺ ആക്കിക്കോ. ഓക്കെ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർ-റഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇവിടെ നോക്ക്, ടീച്ചർ 4 ആയാസ് വരെയാണ് ഓതിയത്. ടീച്ചർ സ്ക്രീൻ ഷെയർ ആക്കിയിട്ടുണ്ട്. ഇവിടെയാണ് ഓതിയത്. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ. Again listen. ഇഹ്ദിനസ് സിറാത്തൽ.
മുസ്തഖീം. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി. ഇനി ഇവിടെ നോക്ക്, ഗൈരിൽ മഗ്ദൂബി ദോദാണ് കേട്ടോ ഇവിടെ. സി ദോദ്. സോ ഡോണ്ട് റീഡ് മഗ്ലൂബി, അത് റോങ് ആണ്. ഗൈരിൽ മഗ്ദൂബി. അലൈഹിം വലദ്ദാല്ലീൻ. ഇവിടെ വലദ്ദാല്ലീൻ എന്ന് പറയുമ്പോ ഇതാ ടീച്ചർ ഇപ്പൊ ദ്വാദ് കാണുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു മദ് ലെറ്റർ, മദ് അതായത് ഇങ്ങനെ ഒരു സൈൻ ഉണ്ട്. സോ യു ഹാവ് ടു 6 seconds സ്ട്രെച്ച് ഇറ്റ്. 6 സെക്കൻഡ് നീട്ടണം. ഓക്കെ, എങ്ങനെ? ഫോർ എക്സാമ്പിൾ വലദ്ദാല്ലീൻ. മനസ്സിലായോ? അപ്പൊ വലദ്ദാലി അങ്ങനെ ശരിക്കും ഓതേണ്ടത്. ഓക്കെ, നിങ്ങളിപ്പോ ബോയ്സ് പള്ളിയിൽ പോകുന്ന സമയത്ത് ശ്രദ്ധിച്ച് കേട്ടാൽ മതി. ഇമാമ ഓതുന്ന സമയത്ത് വലദ്ദാൽ 6 seconds നീട്ടുന്നുണ്ട്. 1 2 3 4 5 6 അങ്ങനെ. Okay, boys who are going to the mosque, you can hear that they are reciting 6 seconds. അത് നമ്മൾ തജ്വീദിൽ പഠിക്കുന്ന റൂളാണ്. ഓക്കെ, തജ്വീദ് ഖുറാനെ കുറച്ചും കൂടി ബെറ്റർ ആക്കി ഓതുന്ന കോഴ്സാണത്. ഓക്കെ, സോ ക്ലിയർ ആയ ഓതുന്നത്? നെക്സ്റ്റ് ക്ലാസ്സിൽ ടീച്ചറിന്റെ ഓഡിയോ ടീച്ചർ ഗ്രൂപ്പിലേക്ക് അയക്കും. അത് നല്ലോണം കേട്ടിട്ട് അത് പഠിച്ചിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഓരോരുത്തരെ കൊണ്ട് ടീച്ചറെ ഓദിപ്പിക്കും. ഓക്കെ, ബൈ ഹാർട്ടാണേ. ഇനി ടീച്ചറിന്റെ സ്ക്രീൻ നോക്കിക്കോ. ഐ നീഡ് യു ടു ചെക്ക് ദ സ്ക്രീൻ. നമ്മൾ സൂറത്തുൽ ഫാത്തിഹന്റെ കിഡ്സിന്റെ ഇതാണ് നോക്കുന്നത്. ഓക്കെ, സി ഈ ചാനൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. ഓക്കെ, സോ അത് എങ്ങനെയാണ് നിങ്ങൾ കറക്റ്റായിട്ട് ആ മീനിങ്സ് സ്മോൾ ചിൽഡ്രനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലാണ് തഫ്സീർ. ഓക്കെ, ഇതിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ മക്കളെ? ക്യാൻ യു ഹിയർ ദ സൗണ്ട്? Assalamu alaikum children. Today we are going to learn about Did you hear the sound? ഇംഗ്ലീഷിൽ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഈ വൈറ്റ് കളർ പോളാ ബെയർ ഇല്ലേ, ആ ബെയർ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ഓക്കെ. ഓക്കെ, Suratul Fatiha. This surah is so amazing that Prophet Muhammad sallallahu alayhi wasallam told us it is the greatest surah in the Quran. അപ്പൊ എന്താ പറയുന്നത്? നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂറത്തുൽ ഫാത്തിഹയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് സൂറ ഓഫ് ദ ഖുറാൻ. ഏറ്റവും നല്ല ബ്ലെസ്സിങ്സ് ഉള്ള ഖുറാൻ കംപ്ലീറ്റ് നല്ലതാണ് അല്ലേ? എല്ലാ സൂറത്തും ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് ഫാത്തിഹ ഇസ് ദ ഗ്രേറ്റസ്റ്റ് സൂറ എന്നാണ് പറയുന്നത്. ഏറ്റവും നല്ല സൂറത്ത് എന്നാണ് പറയുന്നത്. ഓക്കെ, ബക്കറക്ക് ഇമ്പോർട്ടൻ്റ് ഉണ്ട്, ഫാത്തിഹയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, യാസീൻ ഇമ്പോർട്ടൻ്റ് ആണ്, മുൽക്കും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാത്തിനും അതിൻ്റെതായ സ്പെഷ്യൽ ക്വാളിറ്റി ഉണ്ട് എല്ലാ സൂറത്തും, ഒന്ന് മാത്രമല്ല. ബട്ട് ഇറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് സൂറ ഓഫ് ദ ഖുറാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിക്കോ. Recite this surah in every rak'ah of our prayers. Al-Fatiha is also known as the mother of the Quran because ടീച്ചർ നേരത്തെ പറഞ്ഞിട്ടില്ലേ, നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫസ്റ്റ് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹ ഓതിയിട്ടില്ലെങ്കിൽ നിസ്കാരം ശരിയാവൂല, റോങ് ആണ് നിങ്ങളെ പ്രെയർ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് തിങ് എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് ദ മദർ ഓഫ് ദ ഖുറാൻ. ടീച്ചർ പറഞ്ഞില്ലേ ഉമ്മുൽ കിതാബ് എന്ന് പറഞ്ഞത് ഓർമ്മ? യെസ്, യു റിമെമ്പർ? അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് മദർ ഓഫ് ദ ഖുറാൻ. ഓക്കെ, it is so special. So let's now learn the wonderful meanings of Surah Al-Fatiha. The
surah starts with Bismillah ar-Rahman ar-Rahim, which means in the name of Allah, the most merciful, the most kind. ഓക്കെ നൗ നമ്മൾ ഫസ്റ്റത്തെ ആയത് എന്താണ് സൂറത്തുൽ ഫാത്തിഹയിൽ? ടെൽ മീ. യെസ്, ബാക്കി എല്ലാ സൂറത്തിലും സ്റ്റാർട്ടിങ്ങിൽ ബിസ്മില്ല ഉണ്ട് അല്ലേ? ബട്ട് അത് സൂറത്തിൻ്റെ നമ്പർ ഫസ്റ്റ് ആയല്ല. ഇവിടെ ഫാത്തിഹയിൽ മാത്രം ഫസ്റ്റ് ആയ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം, ഇറ്റ് ഈസ് വൺ ഫസ്റ്റ് ആയ. ഓക്കെ, സോ എന്താ മീനിങ്? ബിസ്മില്ലാഹി റഹ്മാൻ റഹീമിന്റെ മീനിങ് എന്താണ്? ഇൻ ദ നെയിം ഓഫ് അള്ളാഹ് മോസ്റ്റ് മേഴ്സിഫുൾ മോസ്റ്റ് കൈൻഡ്, അതായത് കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. ഓക്കെ, ഫൈഹക്ക് മനസ്സിലാകുന്നുണ്ടോ? യെസ്, ഓക്കെ. അള്ളാഹു ഭയങ്കര മേഴ്സിഫുൾ ആണ്. അള്ളാഹ്ക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അള്ളാഹുവിനോട് താങ്ക്സ് പറയുന്ന പോലത്തെ ഒരു സൂറത്താണിത്. ഓക്കെ, സോ വി ആർ ഗെറ്റിംഗ് എവറിത്തിങ് ഫ്രം അള്ളാഹ്. അള്ളാഹു നമുക്ക് നല്ല കണ്ണ് തന്ന് അല്ലേ, നമ്മളെ ബോഡി പാർട്സ്, നമ്മുടെ കണ്ണ്, ചെവി എല്ലാം അല്ലേ, നമ്മൾ നല്ല ഫങ്ഷൻ ആവുന്നു. പിന്നെ അതേപോലെ നമുക്ക് നല്ല ബ്ലെസ്സിങ്സ് തന്ന്, നമ്മളെ വീട്, പാരൻസ്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന ഓക്സിജൻ, എവറിത്തിങ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. നോ, സോ ആ ഒരു താങ്ക്സ് നമുക്ക് അള്ളാഹുവിനോട് പറയണ്ടേ. നമുക്കിപ്പോൾ ഒരാൾ ഗിഫ്റ്റ് തന്നാൽ നമ്മൾ താങ്ക്സ് പറയൂലേ? അപ്പോൾ അള്ളാഹു നമുക്ക് എത്ര ഗിഫ്റ്റ് തന്ന്? ടെൽമി, എന്തെങ്കിലും ഗിഫ്റ്റാണ് നമുക്ക് തന്നെ അള്ളാഹു? എത്ര കാര്യങ്ങൾ തന്നു? എന്താണ് മനസ്സിലായില്ല? എന്താ? എല്ലാം തന്നു. അതെ, യെസ്, എവറിത്തിങ് അല്ലേ, എവറിത്തിങ്. ഇപ്പോൾ അതിനായിട്ട് സ്പെഷ്യലായിട്ട് പറയേണ്ട ആവശ്യമില്ല. സോ യു ഹാവ് ടു താങ്ക് അള്ളാഹ്. അപ്പോൾ ഇതൊരു താങ്ക്സ് പോലെ, താങ്ക്സ് ആയിട്ട് കൊടുക്കുന്നത്. അൽഹംദുലില്ലാ എന്ന് പറയൂലേ, അൽഹംദുലില്ലാ അള്ളാഹു എനിക്ക് തന്നു. അതിനുള്ള ഒരു പ്രത്യേക സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഓക്കെ, every surah in the Quran except one starts with Bismillahir Rahmanir Rahim. Ayah 2, Alhamdulillahi Rabbil Alameen, which means all praise and all thanks belong to Allah, the Lord of the universe. നെക്സ്റ്റ് ആയത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഓൾ പ്രൈസ്, എല്ലാ സ്തുതിയും. അതാ ഞാൻ പറഞ്ഞത്, നമുക്കെല്ലാം ഗിഫ്റ്റ് തന്നുകൊണ്ട് നമ്മൾ അൽഹംദുലില്ലാ പറയണം അല്ലേ അള്ളാഹിനോട്. റബ്ബിൽ ആലമീൻ, ആരോടാ നമ്മൾ പറയുന്നത് താങ്ക്സ്? അള്ളാഹുവിനോട് അല്ലേ. അള്ളാഹുവിനോട് നമ്മൾ പറയുമ്പോൾ ലോർഡ് ഓഫ് ദ യൂണിവേഴ്സ്, റബ്ബ്, റബ്ബ് എന്ന് പറഞ്ഞാൽ ലോർഡ് അല്ലേ. ആലമീൻ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സ് മൊത്തം, ഈ ഫുൾ ലോകം, ആകാശവും ഭൂമിയും എല്ലാം ഇൻക്ലൂഡ് ആണ് യൂണിവേഴ്സ്. സ്റ്റാർ, മൂണ്, സ്പേസ്, എല്ലാത്തിൻ്റെയും ക്രിയേറ്റർ അല്ലേ അള്ളാഹു ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ താങ്ക്സ് പറയുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിനാകുന്നു, അതായത് ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ഇങ്ങനെയാണ് മീനിങ്. ഓക്കെ, നെക്സ്റ്റ് വൺ. This also means that Allah is the true master and creator of everything that exists. കണ്ട, അല്ലെന്താ ഉണ്ടാക്കിയ അല്ലേ? Ar-Rahman Ar-Rahim, which means Allah is Ar-Rahman, the most merciful, and Ar-Rahim, the most kind. Ayah 4. ഓക്കെ, തേർഡ് ആയത്തിൽ അർ-റഹ്മാൻ അർ-റഹീം എന്ന് പറഞ്ഞ സെയിം മീനിങ് ആണ്, മോസ്റ്റ് മേഴ്സിഫുൾ മോസ്റ്റ് കൈൻഡ്. അഗെയിൻ നമ്മൾ അള്ളാഹുവിന് പറയുന്നതാണ്, അള്ളാഹു നീ കാരുണ്യവാനല്ലേ, നീ കൈൻഡ് അല്ലേ, നമുക്കെല്ലാം നീ കംപ്ലീറ്റ് ആക്കി തന്നിട്ടില്ലേ. സോ ആ ഒരു മീനിങ് തന്നെയാണ് ആയ നമ്പർ 3 സോ ഫസ്റ്റ് വൺ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇൻ ദ നെയിം ഓഫ് അള്ളാഹ് മോസ്റ്റ് മേഴ്സിഫുൾ മോസ്റ്റ് കൈൻഡ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും, അതായത് ഓൾ പ്രൈസസ് ടു അള്ളാഹ് ഹു ക്രിയേറ്റഡ് ദ എൻറ്റയർ യൂണിവേഴ്സ് അല്ലേ. അള്ളാഹുവിനാകുന്നു, ഹൂ ഇസ് ദ ലോർഡ് ഓഫ് ദ യൂണിവേഴ്സ്. തേർഡ് ആയ അർ-റഹ്മാനിർ റഹീം, വീണ്ടും നമ്മൾ പറയുന്നതാണ് മോസ്റ്റ് മേഴ്സിഫുൾ ആൻഡ് മോസ്റ്റ് കൈൻഡ്. ഓക്കെ, 3 ആയാസ് വരെ മനസ്സിലായില്ലേ മക്കളെ? യു അണ്ടർസ്റ്റാൻഡ് 3 ആയാസ്? യെസ്,
ഓക്കെ. ഡിഫിക്കൽട്ടി ഒന്നുമില്ല. ടീച്ചർ അങ്ങനെ ക്വസ്റ്റ്യൻ അങ്ങനെ എക്സാം ഒന്നും നടത്തുന്നത് ആവശ്യമില്ല. ജസ്റ്റ് ഒരു ക്വിസ് ടീച്ചർ ഇടും, ക്വിസ്. ഓക്കെ, നമ്മൾ സൂറത്തുൽ ഫാത്തിഹ കംപ്ലീറ്റ് ആക്കിയാൽ ചെറിയൊരു ക്വിസ് തരും, അത് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. മനസ്സിലാവുന്നുണ്ടോയെന്നാണ് എനിക്കറിയണ്ടേ. ഓക്കെ, സോ ടീച്ചർ ഈ വീഡിയോ ഒന്നും കൂടി നിങ്ങൾക്ക് അയച്ചു തരും ഗ്രൂപ്പിലേക്ക്, അത് ജസ്റ്റ് നോക്കിയാൽ മതി എക്സാമിൻ്റെ ടൈം. ഓക്കെ, 4th ആയ Maliki Yawmiddin, which means the owner and king of the Day of Judgment. The Day of Judgment is also called Yawmuddin, and that is the day we stand before Allah. ഓക്കെ. മാലിക് യൗമിദ്ദീൻ. മാലിക് എന്ന് പറഞ്ഞാൽ കിങ് ആണ്, ഓണർ. ഓക്കെ, കിങ്. യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ അവസാന നാള്. നിങ്ങൾക്കറിയില്ലേ ഖിയാമത്ത് നാളെന്ന് പറഞ്ഞിട്ട് അറിയോ? ഡിഡ് യു ഹിയർ അബൌട്ട് ദാറ്റ്? നമുക്കറിയാം യൗമുൽ ഖിയാമ, അതായത് നമ്മളെല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു ദിവസമുണ്ട് അല്ലേ? ആ ദിവസത്തിനാണ് യൗമുൽ ഖിയാമ എന്ന് പറയുന്നത്. അപ്പോൾ ഗുഡ് പീപ്പിൾ സ്വർഗത്തിൽ പോവും, ബാഡ് പീപ്പിൾ എവിടെ പോവാ? ബാഡ് പീപ്പിൾ നരകത്തിൽ പോവും. ഓക്കെ, അപ്പൊ ഗുഡ് പീപ്പിൾ ഹൂ ആർ ദ ഗുഡ് പീപ്പിൾ? ദോസ് ഹു ഡു ഗുഡ്. നിസ്കരിക്കും, ഓതുന്നും, പാരൻസിനെ അനുസരിക്കും, എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യും, അതായത് കളവ് പറയൂല, ചീറ്റ് ചെയ്യൂല അല്ലേ? അള്ളാഹുവിനെ അനുസരിക്കുന്ന മക്കളാണ്, ഉമ്മാനെയും വാപ്പയും പറയുന്ന അനുസരിക്കുന്ന മക്കളാണ്. പിന്നെ പാവപ്പെട്ടവർക്ക് സഹായിക്കുന്ന ആളുകൾ അല്ലേ? അവരെല്ലാം ഗുഡ് പീപ്പിളാണ് അല്ലേ? സോ ഗുഡ് പീപ്പിൾ വിൽ ഗോ ടു ജന്ന, സ്വർഗത്തിലേക്ക് പോകും. ബാഡ് പീപ്പിൾ ആരാണ്? കളവ് പറയുന്ന ആൾക്കാർ, കുറ്റം ചെയ്യുന്ന ആൾക്കാർ, കട്ടെടുക്കുന്ന ആൾക്കാർ അല്ലേ? കട്ടെടുക്കുന്നത്, അതേപോലെ എന്താ പറയുക, കൊല്ലുന്നത്, ഒരാളെ കൊല്ലാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പിന്നെ അള്ളാഹുവിനെ അനുസരിക്കാത്ത ആൾക്കാരെല്ലാം നരകത്തിലാന്ന് പോവാം. ഓക്കെ, അപ്പോൾ അങ്ങനെ കണ്ടീഷൻ ഉണ്ട്. ജസ്റ്റ് നിങ്ങളിങ്ങനെ ഒരു കളവ് പറഞ്ഞു എന്ന് വെച്ചിട്ട് ഒറ്റയടിക്ക് നരകത്തിൽ പോകും, അതല്ല ടീച്ചർ പറയുന്നത്. ഭയങ്കര കോൺസ്റ്റൻ്റ് ആയിട്ട് എപ്പോഴും ബാഡ് തിങ്സ് ചെയ്യുന്നു, ഹറാമ് കാര്യങ്ങൾ ചെയ്യുന്നു, സിഗരറ്റ്, അതേപോലെ കള്ള് കുടിക്കുന്നു, അങ്ങനത്തെ കാര്യമെല്ലാം ചെയ്യുന്ന ആൾക്കാർക്ക് അള്ളാഹു ടൈം കൊടുക്കും. ഓക്കെ, ഞാൻ നോക്കട്ടെ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഹ്യൂമന് നല്ലതാണെന്നുണ്ടോ എന്ന് വെയിറ്റ് ചെയ്യും. അങ്ങ് സമയം കൊടുക്കുന്നുണ്ട്, എന്നിട്ടും അവർ ചെയ്യുന്നില്ല. ഡ്രഗ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ലാസ്റ്റ് അള്ളാഹു പറയും ഓക്കെ എന്നാൽ നീ പോയി, കൈവിട്ട് പോയി. അള്ളാഹു കുറേ വെയിറ്റ് ചെയ്തു, ഞാൻ നോക്കിട്ട് എൻ്റെ അടിമ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നുണ്ടോ എന്ന് വെയിറ്റ് ചെയ്യും. പിന്നെ കാര്യം പോയി. പിന്നെ അനുസരിക്കാത്ത ആൾക്കാർക്ക് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല, മനസ്സിലായ? സോ അള്ളാഹു ആദ്യം നല്ലോണം വെയിറ്റ് ചെയ്യും നമുക്ക് വേണ്ടിയിട്ട്. അതാണ് അർ റഹ്മാൻ അർ റഹീം എന്ന് പറയുന്നത്. വെറുതെ പറയൂ അർ റഹ്മാൻ അർ റഹീം? ഇല്ല. അർ റഹ്മാൻ അർ റഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹു തെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പുറത്തു കൊടുക്കും, യെസ്. ബട്ട് വെൻ യു ആർ എക്സീഡ് ദി ലിമിറ്റ്, ഉമ്മാനെല്ലാം ചില ആൾക്കാർ എന്താക്കും അറിയോ? നമ്മളെല്ലാം വയസ്സായി കഴിഞ്ഞാൽ ചില മക്കൾ എന്താക്കും, ഉമ്മാനെല്ലാം ചവിട്ടിയിട്ട് നിലത്തിടൂ അല്ലെ, വേറെ വീട്ടിൽ കൊണ്ട് പോയിട്ട് ഇടൂ, പുറത്തേക്ക് എറിയൂ വീട്ടിൻ്റെ. അങ്ങനത്തെ ആൾക്കാരെ അള്ളാഹു പുറത്ത് കൊടുക്കൂല. അള്ളാഹ് വിൽ നെവർ ഫോർഗിവ്. അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. നമ്മളെ ഉമ്മയും വാപ്പയും നമ്മളെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി നോക്കി, നമ്മളെ പഠിപ്പിച്ചു, എല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് മൊമെൻറ്റ് നമ്മളെന്തായാലും വയസ്സാവൂലേ? നമ്മളെ ഉമ്മയും വാപ്പെല്ലാം വയസ്സാവും. അപ്പോൾ നമ്മുടെ ഡ്യൂട്ടിയാണ് നമ്മളെ പാരൻസിനെ നോക്കേണ്ടത്. നമ്മൾ പാരൻസിനെ നോക്കാണ്ട് നമ്മൾ വലിയ പൈസക്കാരല്ലായി, അപ്പോഴത്തേക്ക് നമ്മളെ ഉമ്മെല്ലാം ഓൾഡായി, വാപ്പ ഓൾഡായുമ്പോൾ ചിലപ്പോൾ അവർക്ക് നടക്കാൻ കഴിയില്ല, ബാത്റൂമിൽ പോകാൻ കഴിയില്ല, തിന്നാൻ കഴിയില്ല അല്ലേ? പ്രാവപ്പെട്ടായിട്ട് അവർ വീട്ടിലുണ്ടാവും, ബട്ട് ദേ കനോട്ട് ഡൂ എനിത്തിങ്. അങ്ങനത്തെ ആൾക്കാർ കുറേ ആൾക്കാരുണ്ട്, കുറേ മക്കൾ ഉമ്മമാരെയും വാപ്പമാരെയും കളയുന്നത്. അങ്ങനത്തെ ആൾക്കാർക്ക് അള്ളാഹു ഫോർഗീവ് ചെയ്യൂല, നല്ല ശിക്ഷ അള്ളാഹു വെച്ചിട്ടുണ്ട് അവർക്ക്, മനസ്സിലായ? പിന്നെ കൊല്ലുന്നത്, വേണ്ടാണ്ട് കൊല്ലുന്ന ആൾക്കാർക്കും നല്ല ശിക്ഷ അള്ളാഹു കൊടുക്കും നരകത്തുനിന്ന്. ഓക്കെ, സോ ഇങ്ങനെ ഭയങ്കര വലിയ വലിയ തെറ്റുകളുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യേണ്ടത്, നമ്മൾ ചെറിയ തെറ്റ് ചെയ്തു പോയി ശരി തന്നെ, ഓക്കെ, അതെല്ലാം അള്ളാഹ് പുറത്തരും. ബട്ട് ബിഗ് സിൻ, അള്ളാഹു അല്ലാണ്ട് വേറൊരു ഗോഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല. ഷിർക്ക് എന്ന് അതിന് പറയാം. ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ദോസ് ഹു ബിലീവ് അതർ ഗോഡ്. അപ്പോൾ അത് അള്ളാഹു ഒരിക്കലും പുറത്തു കൊടുക്കൂല, മനസ്സിലായോ?
പിന്നെ പാരൻസ് കീ ടു ജന്നയാണ്. നമ്മൾ ഡോറ് ലോക്ക് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ, ഡോറ് ലോക്കാണ്. ആ ഡോറ്, സ്വർഗത്തിൻ്റെ ഡോർ തുറക്കണമെങ്കിൽ യു ഹാവ് ടു ബി കൈൻഡ് ടുവേർഡ്സ് യുവർ പാരൻസ്. പാരൻസ് ആർ ദ കീ ടു ജന്ന. മനസ്സിലാവുന്നുണ്ടോ മക്കളെ പറയുന്നത്? പാരൻസ് ആരാന്ന്? ആ ലോക്ക് തുറക്കണമെങ്കിൽ നമുക്ക് കീ വേണം. പാരൻസ് ഈ കീ ആണ്. നിങ്ങൾ നല്ലോണം നിങ്ങളെ ഉമ്മാനെ വാപ്പാനെ നോക്കിയാൽ അള്ളാഹു ആ ലോക്ക് തുറക്കാൻ, സ്വർഗത്തിലേക്കുള്ള ആ ലോക്ക് തുറന്നിരും. നമ്മൾ എത്ര നിസ്കരിച്ചിട്ടും നമ്മൾ എത്ര ഓതിയിട്ടും നോ യൂസ് ഇഫ് യു ആർ അൺഗ്രേറ്റ്ഫുൾ ടു യുവർ പാരൻസ്. നമ്മൾ ഭയങ്കര നിസ്കരിക്കുന്നുണ്ടാവും, പള്ളിയിൽ പോകുന്നുണ്ടാവും, പക്ഷെ നിങ്ങളുടെ ഉമ്മ വരുമ്പോൾ എന്തെല്ലോ ഉമ്മാനെ ചീത്ത പറയുന്നത്, അല്ലെങ്കിൽ ബാപ്പാനെ എന്തെല്ലോ പറയുന്നത്, അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ കാര്യം പോയി, തോറ്റ് നിങ്ങളെ ലൈഫിൽ. അങ്ങനത്തെ ലൈഫ് വേണ്ട നമുക്ക്. നമ്മുടെ പാരൻസിനെ നല്ലോണം നോക്കണം. നമുക്ക് ആ കീ വേണം അല്ലേ? അപ്പോൾ ഉമ്മയും വാപ്പയും നിങ്ങളുടെ കൂടെ ഉള്ള സമയത്ത് എപ്പോഴും നല്ല മക്കളാവാം. മനസ്സിലായ? അനുസരിക്കുക. ഓക്കെ. പിന്നെ അവർ ചിലപ്പോൾ നിങ്ങളോട് ദേഷ്യം പിടിക്കും. എന്താ നീ കളിക്കുന്നേ അങ്ങനെ ചോദിക്കും. പക്ഷെ അത് നിങ്ങൾ കുറച്ച് സമയത്തേക്കല്ലേ. പിന്നെ ഉമ്മയും വാപ്പയും നിങ്ങളെ തന്നെയല്ലേ സ്നേഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ കാര്യം ഓർക്കണം. നമ്മുടെ ഉമ്മ പോയാൽ, കണ്ണ് പോയാൽ കണ്ണിൻ്റെ വില മനസ്സിലാവുമെന്ന് പറയാം അല്ലേ? നമുക്ക് കണ്ണിപ്പോൾ ഉണ്ട്, അള്ളാഹു തരുന്ന നല്ല. ആ കണ്ണ് ബ്ലൈൻഡ് ആയാലോ നമുക്കൊന്നും കാണൂല. അതുപോലെയാണ് നമുക്ക് പാരൻസ് മാത്രമല്ല എന്തും. നമുക്കത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിഗ്രറ്റ് ചെയ്യും. നമ്മൾ വിചാരിക്കും അല്ലാ ഉമ്മ ഉള്ള സമയത്ത് ബാപ്പുള്ള സമയത്ത് തന്നെ ഞാൻ നല്ല മക്കളായാൽ മതിയെന്നും ചിന്തിക്കും. സങ്കടാവൂലേ? അതുകൊണ്ട് ഇപ്പം നമ്മളെ പാരൻസ് നമ്മളെ കൂടെ ലിവ് ചെയ്യുന്നുണ്ടെങ്കിൽ, അലൈവ് ആണെങ്കിൽ അല്ലേ, കൂടെ ഉണ്ടെങ്കിൽ എപ്പോഴും അവരെ സ്നേഹിക്കാം. മനസ്സിലായ? അവർ ദേഷ്യം പിടിക്കുമ്പോൾ ഓക്കെ, ദേഷ്യം പിടിക്കും, നമ്മൾ മനുഷ്യന്മാരാണ്. ഉമ്മയും വാപ്പയൊന്നും വലിയ നബിയൊന്നുമല്ലല്ലോ. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. നിങ്ങൾക്കും ദേഷ്യം പിടിക്കും, നിങ്ങളും മനുഷ്യന്മാരാണ്. അപ്പോൾ പരസ്പരം പാരൻസും ചിൽഡ്രനും മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നിങ്ങൾ ഉമ്മാനോട് പറയാം, ഉമ്മ എനിക്ക് ഇങ്ങനെ സാഡായി, സ്കൂളിൽ ഇങ്ങനെ സംഭവിച്ചെന്നെല്ലാം പറഞ്ഞു. യു ഹാവ് ടു ടോക്ക് ടു യുവർ മദർ. ഇപ്പോൾ വാപ്പ ഗൾഫിലാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും സ്കൂളിൽ നിന്ന് ആരോ നിങ്ങൾ അടിക്കുന്നു, ബുള്ളി ചെയ്യുന്നതെന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾ ഉമ്മാനോട് പറയണം, ഉമ്മ എന്നെ ഈ കുട്ടി അടിക്കുന്നുണ്ട്, എൻ്റെ അതെടുക്കുന്നത്. ചിലപ്പോൾ ഇല്ലേ ചില കുട്ടികൾ അങ്ങനെ ചെയ്യുന്നില്ലേ, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ, യു ഷുഡ് നോട്ട് ബുള്ളി അതേഴ്സ്. വേറെ കുട്ടികളെ അടിക്കാൻ പാടില്ല സ്കൂളിലുള്ള. അതേപോലെ തന്നെ പക്ഷെ നിങ്ങളെ ഇങ്ങോട്ടേക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു കൊടുത്തോ. മനസ്സിലായാ? വേണ്ടാണ്ട് നമ്മൾ ചൊറിയാൻ വരുന്ന ആൾക്കാരില്ലേ, അങ്ങനത്തെ കുട്ടികളുണ്ട് ഇവിടെ. അങ്ങനെ ഇതാക്കുന്നേ നിങ്ങൾ അനങ്ങാണ്ട് നിന്നിട്ട് പിന്നെ നിങ്ങളെ എന്താ പറയുക ചൊറിയാൻ വരുന്ന ആൾക്കാരുണ്ടാവും, വെറുതെ തോണ്ടുന്നേ, അടിക്കുന്നത്, ചവിട്ടുന്നത്. അങ്ങനത്തെ കുട്ടികളോട് നിങ്ങൾ നല്ലോണം റിയാക്ട് ചെയ്യണം. പാവം പോലെ നിൽക്കാൻ പാടില്ല. നമ്മൾ പക്ഷെ വെറുതെ ഒരാളെ ഉപദ്രവിക്കാൻ പാടില്ല. നിങ്ങൾ ടീച്ചറിനോട് പറയണം, ടീച്ചർ ഇതിങ്ങനെ സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഉമ്മാനോട് പറയണം. അപ്പോൾ ഉമ്മ എന്താക്കൂ, ടീച്ചറിനോട് സംസാരിച്ചിട്ട് പ്രശ്നങ്ങൾ സോൾവ് ആക്കുന്ന രീതിയിൽ ചെയ്യും. ഓക്കെ. സോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇഷ്ടമല്ല നമ്മൾ ഹേർട്ട് ചെയ്യുന്നത് വേറെ ആൾക്കാരെ അല്ലേ. ബട്ട് യു ഹാവ് ടു സ്റ്റാൻഡ് അപ്പ് ഫോർ യുവർ സെൽഫ് ഇഫ് യു ആർ ബുള്ളീഡ്. ബുള്ളി എന്ന് പറഞ്ഞാൽ എന്താണ്? മോശമായിട്ടുള്ള വാക്ക് ബുള്ളിയാണ്, അടിക്കൽ ബുള്ളിയാണ്, കളിയാക്കൽ ബുള്ളിയാണ്. ഇതെല്ലാം ബുള്ളിയിൽ പെടും. അങ്ങനെയുള്ള ഫ്രണ്ട്സിൻ്റെ അപ്പുറം ഫ്രണ്ട് ആവണ്ട. മനസ്സിലായ? നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അനുസരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നബിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നമ്മൾ ചെയ്യണ്ട. അങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ടാവും. നിങ്ങൾ പറയണം, ഞാൻ നിങ്ങളെ ഫ്രണ്ട് ആവില്ല, നമുക്ക് ഇഷ്ടമല്ല അങ്ങനെ. ചിലപ്പോൾ കള്ളത്തിനും പറയും, എടാ നമുക്ക് അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാന്നെല്ലാം പറയും. നോ, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് അല്ലേ. നമുക്കത് എടുത്താലോ, നമുക്ക് ടീച്ചറിനോട് പറയാണ്ട് നമുക്ക് മുങ്ങിയാലോ, ക്ലാസ്സിൽ നിന്ന് ഉമ്മാനെ വാപ്പാനെ ചീറ്റ് ചെയ്തിട്ട് മുങ്ങിയാലോ, അങ്ങനത്തെ കുട്ടികളെല്ലാം ഉണ്ടാവില്ലേ. അതെല്ലാം ഭയങ്കര റോങ് ആണ്. അങ്ങനത്തെ കാര്യമൊന്നും ചെയ്യാൻ പാടില്ല. മനസ്സിലായ? കുറേ കാര്യങ്ങളുണ്ട്. സോ ഫസ്റ്റ് തിങ് ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി, യു ഷുഡ് ഒബേ യുവർ പാരൻസ്. അവരെ സാഡ് ആക്കുന്ന ഒന്നും ചെയ്യണ്ട. ക്ലിയർ ആയിനാ എല്ലാവർക്കും? അപ്പോൾ മാലിക് യൗമിദ്ദീൻ എന്ന് പറയുന്നത് കിങ് ഓഫ് ദ ഡേ ഓഫ് ജഡ്ജ്മെന്റ്. ദീൻ, യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിൻ്റെ രാജാവാണ്. അപ്പോൾ നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കും ബേജാറായിട്ട് അല്ലേ. ഓ അല്ലാ, ഇനിയിപ്പോൾ എൻ്റെ അവസ്ഥ എന്താന്ന്, ഞാൻ സ്വർഗത്തിലാണോ നരകത്തിലാണോ? അപ്പോൾ അള്ളാഹ് മലക്കുകളോട് പറയും, റെക്കോർഡ് കൊണ്ടാണ് അല്ലെ. നമ്മളിപ്പോൾ നിങ്ങൾ സ്കൂളിൽ റിപ്പോർട്ട് കാർഡില്ലേ അല്ലേ, ഫൈനൽ റിപ്പോർട്ട് കാർഡ് പാസ്സായി എന്നുള്ള അതുപോലെ ഒരു റിപ്പോർട്ട് കാർഡ് അള്ളാഹിൻ്റെ അടുത്തുണ്ട്.
മലക്കുകൾ അതെല്ലാം മലക്കുകൾ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു പറയും, ഓക്കെ ടെൽ മീ വാട്ട് ഇസ് എന്താണ് ഈ പേഴ്സൺ, ഇപ്പോൾ ഫാത്തിമ അല്ലെങ്കിൽ ഐഷ അല്ലെങ്കിൽ ഇഷാൻ ഇഹാൻ ഈ ആളെന്താ ചെയ്തേ. അപ്പോൾ മലക്കുകളെല്ലാം പറഞ്ഞു കൊടുക്കും അള്ളാഹിനോട്. അപ്പോൾ അള്ളാഹു ചിന്തിക്കും, അള്ളാഹു ഡിസൈഡ് ചെയ്യും നിങ്ങൾ സ്വർഗത്തിൽ പോകണം നരകത്തിൽ പോകണം. ഏറ്റവും കൂടുതൽ നിങ്ങളെ ബുക്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ഗുഡ് ഡീഡ്സ് കുറയുകയാണെങ്കിൽ നിങ്ങൾ സ്വർഗത്തിലായിരിക്കും. അതിനേക്കാളും കൂടുതൽ ബാഡ് തിങ്സ് ആണെങ്കിൽ നിങ്ങൾ നരകത്തിലാണ്. അങ്ങനെയാണ്, അതാണ് ലാസ്റ്റ് സംഭവിക്കുക. സോ നമ്മളിവിടെ പറഞ്ഞ മാലിക് യൗമിദ്ദീൻ, അള്ളാഹു മാലിക്കാണ്, കിങ്. യൗമിദ്ദീൻ ഓൺ ദ ഡേ ഓഫ് ജഡ്ജ്മെന്റ്, കിങ് ഓഫ് ദ ഡേ ഓഫ് ജഡ്ജ്മെന്റ്. അപ്പോൾ നമുക്കെല്ലാവർക്കും സ്വർഗത്തിൽ പോണ്ടേ? യെസ് ഓർ നോ? യെസ്. നമുക്കെല്ലാവർക്കും. ടീച്ചറിന് സ്വർഗത്തിൽ പോകണം, എനിക്ക് നരകത്തിൽ പോകണ്ട, എനിക്ക് പേടിയാ നരകത്തിൽ പോകാൻ. അപ്പോൾ എനിക്ക് സ്വർഗത്തിൽ പോകണം. ഐ ഓൾസോ വാണ്ട് ടു ഗോ ടു ജന്ന. അപ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യും അല്ലേ? നമ്മൾ എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുന്നതിന് പറഞ്ഞ വാട്ട് ഓൾ വിൽ ഡു? ജന്നയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നിസ്കരിക്കണം, ഓതണം, സിക്ർ ചൊല്ലണം, പാവപ്പെട്ടവരെ സഹായിക്കണം, ഉമ്മാനെ വാപ്പനെ അനുസരിക്കണം, നോമ്പെടുക്കുക, ഖുർആൻ ഓതുക, നല്ല മക്കളാവാം. അത്രയേ ഉള്ളൂ. നല്ലോണം പഠിക്കുക അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്താൽ യെസ് യു വിൽ ഗോ ടു ജന്ന. ഓക്കെ, അള്ളാഹു പറഞ്ഞനുസരിക്കുക, ഉമ്മമാരും വാപ്പമാരും പറയുന്നത് അനുസരിക്കുക, പാരൻസ് പറയുന്നത്. അപ്പോൾ 4 ആയത്താണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ടീച്ചർ ഒന്നും കൂടിയും ഫസ്റ്റ് മുതൽ പറഞ്ഞുതരാം. ഓക്കെ. Al-Fatiha. This surah is so amazing that Prophet Muhammad sallallahu alayhi wasallam told us it is the greatest surah in the Quran. We recite this surah in every rak'ah of our prayers. Al-Fatiha is also known as the mother of the Quran because it is so special. So let's now learn the wonderful meanings of Surah Al-Fatiha. The surah starts with Bismillahir Rahmanir Rahim, which means in the name of Allah, the most merciful, the most kind. Every surah in the Quran except one starts with Bismillahir Rahmanir Rahim. Ayah 2, Alhamdulillahi Rabbil Alameen, which means all praise and all thanks belong to Allah, the Lord of the universe. This also means that Allah is the true master and creator of everything that exists. Ayah 3, Ar-Rahman Ar-Rahim, which means Allah is Ar-Rahman, the most merciful, and Ar-Rahim, the most kind. Ayah 4, Maliki Yawmiddin, which means the owner and king of the Day of Judgment. The Day of Judgment is also called Yawmuddin, and that is the day we stand before Allah, and He will ask us about everything that we did. And because Allah is the owner and king of that day, He will decide who goes to Jannah and who goes to Jahannam. Ayah. Okay. So മക്കൾ എല്ലാവർക്കും മനസ്സിലായ? യെസ്. ഓക്കെ. സോ ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ ടീച്ചർ നെക്സ്റ്റ് വീക്ക് ഉമ്രക്ക് പോകുന്നുണ്ട്. അപ്പോൾ സൺഡേ ക്ലാസ് എടുക്കാൻ പറ്റുമോ എന്നറിയില്ല. ഐ കനോട്ട് ടേക്ക് ക്ലാസ്. ഉമ്രക്ക് വന്നിട്ട് ഇൻഷാല്ല ബാക്കി ക്ലാസ് തുടങ്ങാം. ഓക്കെ. അപ്പോൾ നമ്മൾ 4 ആയത്താണ് പഠിച്ചത്. മീനിങ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർ-റഹ്മാനിർ റഹീം, മാലിക് യൗമിദ്ദീൻ. ഫസ്റ്റ് ആയത്തിന്റെ മീനിങ് എന്തായിരുന്നു? In the name of Allah. Alhamdulillahi Rabbil Alameen.
All praise is to Allah, the Lord of the universe. Ar-Rahman Ar-Rahim. Most gracious and most Maliki Yawmiddin. The king of the Yawmuddin. എന്താണ്? Yawmuddin is Qiyamah, day of Qiyamah. മനസ്സിലായിട്ടില്ലേ? നാലായിട്ട് ഓക്കെ. എന്നാൽ ഇൻഷാല്ലാ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. വിൽ സേ ദ ദുആ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഓക്കെ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.